കപ്പ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി 17 കുട്ടികളാണ് മരിച്ചത്. ഇത് വല്ലാത്ത ഉത്കണ്ഠ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഈ കപ്പ് സിറപ്പൊക്കെ കൊടുക്കുമ്പോൾ രക്ഷിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അമ്മമാർ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? ഇപ്പോൾ ഷാർജയിലെ മെഡ് കെയർ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ പീഡിയാട്രീഷ്യൻ ഡോക്ടർ സൗമ്യ സരിൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ സൗമ്യ. കുറച്ചു കാലമായി ഡോക്ടർ സൗമ്യ കണ്ടിട്ട്. സുഖമായിരിക്കുന്നല്ലോ? ഗുഡ് മോർണിംഗ്. അതെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഈ ആദ്യം എന്തായാലും നമ്മുടെ ഈ ചുമമരുന്നാണ് ഇപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയം. ചുമമരുന്ന് പലപ്പോഴും ഡോക്ടർ നിഷ്കർഷിക്കാതെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, അമ്മമാരും അല്ലാത്തവർക്കോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ എന്തെങ്കിലും ഒരു ചുമ വന്നാൽ ഉടൻ മരുന്നെടുത്ത് കൊടുക്കും. ഇപ്പോൾ ഷാർജയിലാണല്ലോ കുറേ കാലമായി ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു സാഹചര്യം, അതെങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്? നമ്മൾ കേട്ട വാർത്ത, അതായത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കുട്ടികൾ കഫ് സിറപ്പ് കുടിച്ചിട്ട് മരണപ്പെട്ടു എന്നുള്ള വാർത്ത വളരെയധികം ദാരുണമായ വാർത്ത തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഉണ്ടായ ഈ ഒരു ചെറിയ ഡെവലപ്മെന്റ്, അതായത് കുട്ടികളിൽ പ്രത്യേകിച്ചിട്ട് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കഫ് സിറപ്പ് നിരോധിച്ചു എന്നുള്ള ഒരു വാർത്ത മാതാപിതാക്കൾക്കിടയിൽ വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം മരുന്നാണ് ഈ മരണങ്ങൾക്ക് കാരണം എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് മീനിങ് കൂടി അതിനുണ്ടല്ലോ. സത്യത്തിൽ എനിക്ക് അതാണ് ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, നമ്മൾ ധാരാളം മരുന്നുകൾ, നമ്മൾ കഫ് സിറപ്പ് എന്ന് മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മൾ പൊതുജനങ്ങൾ വിളിക്കുന്നത് കഫ് സിറപ്പ് എന്നുള്ള ഒരു വാക്കിലാണ്. പക്ഷേ നമ്മൾ ഡോക്ടർമാര് കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും പലതരം മരുന്നുകളാണ് കഫ് സിറപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ അണ്ടർ നമ്മൾ കൊടുക്കുന്നത്. അതിൽ 99% മരുന്നുകളും സേഫ് ആയിട്ടുള്ള മരുന്നുകളാണ്. കൃത്യമായിട്ട് എത്ര വയസ്സിന് മീതെയാണ് ഓരോ മരുന്നുകളും കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് കൃത്യമായ നിർദ്ദേശങ്ങൾ മുമ്പും നമ്മൾ ഡോക്ടർമാർക്കുണ്ട്. അത് ഇപ്പൊ പുതുതായിട്ട് വന്നൊരു നിർദ്ദേശമല്ല. അതായത് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത മരുന്നുകളാണ് ഇതിലധികവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ യൂഷ്വലി ഈ മരുന്നുകൾ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചുമയ്ക്കായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു മരണത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് സംശയിക്കപ്പെടുന്നത്. അതിൽ തന്നെ കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഈ മരുന്ന്, അതായത് ഉപയോഗിച്ച മരുന്നിനേക്കാൾ കൂടുതൽ ഇത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി, അതായത് ചില തെറ്റായിട്ടുള്ള നയങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു മരുന്നാണ് ഈ കോൾഡ്രിഫ് എന്ന് പറയുന്ന മരുന്ന്. അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന സോൾവെന്റ്, നമുക്കറിയാം ഈ സിറപ്പ് രൂപത്തിൽ മരുന്നുകൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ മരുന്ന് മാത്രമല്ല, അതിനെ ആ സിറപ്പായി സോൾവെന്റ് രൂപത്തിൽ നിലനിർത്താനുള്ള ചില കെമിക്കലുകളും അതിലേക്ക് മധുരം ആഡ് ചെയ്യാനുള്ള സ്വീറ്റ്നറുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ കമ്പനികൾ അത് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ ഗ്ലിസറോൾ ഒക്കെയാണ്. അതൊക്കെ സേഫ് ആയിട്ടുള്ള സോൾവെന്റുകളാണ്. പക്ഷേ ചില മരുന്ന് കമ്പനികൾ ഇതിന്റെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന സോൾവെന്റ് അഥവാ സ്വീറ്റ്നർ നമ്മൾ 2 കാര്യങ്ങൾക്കായിട്ട് ഫാർമസ്യൂട്ടിക്കൽ പർപ്പസുകൾക്കും ഉപയോഗിക്കാറുണ്ട്, മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, ഇൻഡസ്ട്രിയൽ പർപ്പസുകൾക്കും, അതായത് ചില പെയിന്റ് മേഖലകളിലും ഇതേ സാധനം തന്നെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഈ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ വില കുറഞ്ഞതും അതിൽ ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ എത്തിലീൻ ഗ്ലൈക്കോൾ എന്നൊക്കെ പറയുന്ന വിഷകരമായിട്ടുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചില മരുന്ന് കമ്പനികൾ ഈ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് കൂടുതൽ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ പല കഫ് സിറപ്പുകളിലും സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത ചില കഫ് സിറപ്പുകൾ കഴിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലും കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ വില്ലനായത് മരുന്നല്ല, മറിച്ച് ഈ പറയുന്ന സോൾവെന്റ് ആണ്. പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നതുകൊണ്ട് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫ് സിറപ്പുകളെല്ലാം പ്രശ്നക്കാരാണ്, ഒരിക്കലും കുട്ടികളിൽ കൊടുക്കാൻ പാടില്ല. നമുക്കറിയാലോ ഈ വാക്സിൻ വിരുദ്ധരും അല്ലെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സയ്ക്കെതിരെ സംസാരിക്കുന്ന ആളുകളും ധാരാളം ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. അപ്പൊ അവർക്കൊക്കെ സത്യം പറഞ്ഞ ഒരു ചാൻസ് കിട്ടി. അതായത് മോഡേൺ മെഡിസിൻ മരുന്നുകളെല്ലാം സൈഡ് എഫക്റ്റ് ഉള്ളവയാണ്, അതിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അനാവശ്യ ആശങ്ക ഇത് അച്ഛനമ്മമാരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കഫ് സിറപ്പ് എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ SKN പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കൃത്യമായി പറയാനുള്ളത്, ലെസ് ദാൻ 2 വയസ്സുള്ള കുട്ടികളിൽ ഇതിൽ പല മരുന്നുകളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പക്ഷെ പറ്റുന്ന ഒരു അബദ്ധം നമുക്കറിയാം, പലപ്പോഴും നമ്മളൊരു ചെറിയ ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഫാർമസിയിൽ പോയിട്ട് എന്താ പറയാ, ചുമയ്ക്കുള്ള മരുന്ന് വേണമെന്ന് പറയും. അപ്പൊ പലപ്പോഴും ഫാർമസിയിൽ നിന്ന് കഫ് സിറപ്പുകൾ ഓവർ ദ കൗണ്ടർ ആയിട്ട് വാങ്ങി കൊടുക്കുന്ന ഒരു ശീലം അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ദയവ് ചെയ്ത് നിർത്തണം. കുട്ടികളുടെ കാര്യത്തിൽ ഒരു കാരണവശാലും ഡോക്ടർമാരുടെ കുറിപ്പടി അല്ലെങ്കിൽ നിർദ്ദേശമില്ലാതെ നമ്മൾ ഓവർ ദ കൗണ്ടർ പോയിട്ട് ഒരു മരുന്നുകളും, കഫ് സിറപ്പ് എന്നുള്ളതല്ല, ഒരു മരുന്നുകളും നമ്മൾ വാങ്ങി കൊടുക്കരുത്. അത് മാതാപിതാക്കൾ വളരെയധികം. ഈ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഈ മരുന്ന് അപകടകാരിയാകുമെന്ന് ആരോഗ്യ മന്ത്രാലയം തന്നെ അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് അപകടകാരിയാകുക?
അതായത് ഇതിൽ പറയുന്ന ഇപ്പൊ ഈ കാറ്റഗറി ഓഫ് മരുന്നുകളിൽ ഞാൻ പറഞ്ഞല്ലോ 10-ലധികം മരുന്നുകൾ നമ്മൾ സാധാരണ കഫ് സിറപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയുടെ അണ്ടർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ഇത് വെറ്റ് കോഫ് ആണോ ഡ്രൈ കോഫ് ആണോ, പിന്നെ നമ്മൾ നെഞ്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, അങ്ങനെ ഡോക്ടർമാർ ടോട്ടൽ കുറെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ പേഷ്യന്റിന് ഏത് മരുന്നാണ്, ഏത് തരം കഫ് സിറപ്പ് മരുന്ന് അടങ്ങിയ കഫ് സിറപ്പാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഈ മരുന്നുകളിൽ ഡെക്സ്ട്രോമെത്തോർഫാൻ എന്ന് പറയുന്ന ഒരു കഫ് സിറപ്പ്, അതായത് ആ മരുന്നാണ് ഇപ്പൊ ഇതിലൊരു പ്രശ്നക്കാരനായിട്ട് പറയപ്പെടുന്നത്. ഇതിന്റെ അളവ് കൂടിയതാവും ഒരു സാധ്യതയാണെന്നും പറയുന്നുണ്ട്. ഈ ഡെക്സ്ട്രോമെത്തോർഫാൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലുള്ള കഫ് സെന്റർ, അതായത് നമുക്ക് എല്ലാത്തിനും നമ്മുടെ തലച്ചോറുകളിൽ ഓരോ ഭാഗങ്ങളുണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ. അപ്പോൾ ഇത് സെൻട്രലി ആക്ട് ചെയ്ത് നമ്മുടെ കഫ് സെന്ററിനെ മന്ദീഭവിപ്പിച്ച് നമ്മുടെ കഫിനെ സപ്രസ് ചെയ്യുന്ന ഒരു മരുന്നാണ് ഡെക്സ്ട്രോമെത്തോർഫാൻ. അപ്പൊ ഇത് പ്രത്യേകമായിട്ട് തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇത് ലെസ് ദാൻ 2 ഇയേഴ്സുള്ള കുട്ടികളിൽ നമ്മൾ കൊടുക്കാറില്ല. ഇത് പുതിയൊരു നിർദ്ദേശമല്ല, ഇത് കാലാകാലങ്ങളായിട്ട് കൃത്യമായ നമുക്ക് ഡോക്ടർമാർക്ക് നിർദ്ദേശമുള്ളതാണ് ഇന്ന മരുന്നുകൾ ഈ ലെസ് ദാൻ 2 ഇയേഴ്സിൽ നമ്മൾ കൊടുക്കാൻ പാടുള്ളതല്ല എന്നുള്ളത്. അപ്പോ സാധാരണ രീതിയിൽ ഇത് ഒരിക്കലും 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നല്ല. ഒരു കാര്യം കൂടി, ശരിക്കും നമ്മൾ സ്വയം ഡോക്ടറാകുന്നത് ശരിയല്ല, അര ഡോക്ടർ ആളെ കൊല്ലും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു ഈ വലിയൊരു ആശുപത്രിയിലേക്ക് കുഞ്ഞിനൊരു ചുമയായിട്ട് കയറി ചെന്നാൽ വലിയ മരുന്നുകൾ എഴുതി അമ്മ ചെല്ലുന്ന രക്ഷിതാക്കളെ കൂടെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ സാധാരണക്കാരായ പാവം മനുഷ്യർ എന്ത് ചെയ്യും? സൗമ്യ ഗൾഫ് നാട്ടിൽ നിന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ 3 വർഷം മുമ്പ് വരെ കേരളത്തിലാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. 3 വർഷമായിട്ട് ഇപ്പോൾ ഷാർജയിലാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം വരുമ്പോൾ നമ്മൾ കുറച്ച് സെൻസിറ്റീവ് ആണ്. അത് മാതാപിതാക്കളെ ലോകത്തെ എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോ പലപ്പോഴും ഉണ്ടല്ലോ ഈ ചുമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ്. 99% കേസുകളിലും അധികവും നമുക്ക് ഈ വൈറൽ ഇൻഫെക്ഷൻസ്, വൈറൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിലാണ് നമുക്ക് ചുമ വരുന്നത്, അധിക ശതമാനം കേസുകളിലും കുട്ടികളിൽ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ പലപ്പോഴും മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് ചുമ മാറുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വെയിറ്റ് ചെയ്തോളൂ, ഇത് മാറും, ഇത് വൈറൽ ഇൻഫെക്ഷൻ ആണ്, ചുമ മരുന്നിന്റെ ആവശ്യമില്ല, ഇത് അതിന്റെ സമയം എടുത്ത് മാറിക്കോളും, നമ്മൾ ചെറിയ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാലും പലപ്പോഴും മാതാപിതാക്കൾക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നതായിട്ട് കാണാറില്ല. ഇപ്പൊ അറിയാലോ, എല്ലായിടത്തും കോമ്പറ്റീഷൻ ആണ്. ഈ ഡോക്ടറെ അടുത്ത് പോയിട്ട് മാറിയില്ല, അല്ലെങ്കിൽ അവർക്കൊരു തൃപ്തി വന്നില്ലെങ്കിൽ 2 ദിവസം പോലും കാക്കാതെ അടുത്ത ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന ഒരു ടെൻഡൻസി കൂടി നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് 2 പേരും, അതായത് മാതാപിതാക്കളും ശ്രദ്ധിക്കണം, ഡോക്ടർമാരും ശ്രദ്ധിക്കണം. 99% കേസുകളിലും കുട്ടികളിൽ പ്രത്യേകിച്ചിട്ട് ഡോക്ടർ പറയാണ് ഇത് വൈറൽ ഇൻഫെക്ഷൻ പോലെയാണ് തോന്നുന്നത്, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ കുറച്ചൊരു ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നമുക്ക് നെബുലൈസേഷൻസോ ആവി മരുന്നുകളോ അങ്ങനെ വളരെ സേഫ് ആയിട്ട് കുട്ടികളിൽ കൊടുക്കാൻ പറ്റുന്ന, ചുമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ധാരാളം മരുന്നുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇതൊക്കെ അധികം സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങളാണ്. അധികവും ഇതിൽ ചുമ മരുന്നിന്റെ ആവശ്യം തന്നെ ചെറിയ കുട്ടികളിൽ, പ്രത്യേകിച്ച് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ വരുന്നില്ല. അപ്പൊ കുറച്ചൊരു ക്ഷമ കാണിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കഫ് സിറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, നമുക്കറിയാം ഇന്ന് കഫ് സിറപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ SKN അറിയാലോ എത്ര പരസ്യങ്ങൾ വരുന്നു പല പ്രൊഡക്റ്റുകളുടെയും. അപ്പോൾ ഓവർ ദ കൗണ്ടർ ആളുകൾ പോയി വാങ്ങുന്ന ധാരാളം മരുന്നുകൾ, അതായത് മോഡേൺ മെഡിസിൻ ഡോക്ടർ ആയതുകൊണ്ടും ശാസ്ത്രീയമായ ചികിത്സയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും ഞാൻ പറയുകയാണ്, ഈ മരുന്നുകളെ കുറ്റം പറയുമ്പോൾ ഇതിൽ എന്താണ് ഉള്ളതെന്നും ഇതിന്റെ സൈഡ് എഫക്ട് എന്താണെന്നും കൃത്യമായി നമുക്കറിയാം. എന്നാൽ എന്താണ് നമ്മൾ കഴിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ ധാരാളം കഫ് സിറപ്പുകൾ എന്ന് പറഞ്ഞ് പല പേരുകളും, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, നമ്മൾ പോയി വാങ്ങി കുട്ടികൾക്ക് വരെ കൊടുക്കുന്ന അവസ്ഥയുണ്ട്. ദയവ് ചെയ്ത് അതിനു കൂടി ഒരു തടയിടാനുള്ള നിർദ്ദേശങ്ങൾ ഈ പറയുന്ന ഡ്രഗ് കൺട്രോളർ ഭാഗത്തുനിന്നാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും വരണം. ഓക്കെ, താങ്ക് യു ഡോക്ടർ സൗമ്യ സരിൻ. വീണ്ടും സന്ധിക്കാം മറ്റൊരു പ്രക്ഷേപണത്തിൽ. ഓക്കെ, താങ്ക് യു. ഡോക്ടർ സൗമ്യ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഗൾഫ് നാട്ടിലാണ് ഇപ്പോൾ ഡോക്ടർ സൗമ്യ ജോലി ചെയ്യുന്നത്. അപ്പം അവിടെയും ഇവിടെയും ഒക്കെ തന്നെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി ഡോക്ടർ സൗമ്യ പറഞ്ഞു. കുട്ടികൾ നമ്മുടെ ദൗർബല്യമാണ്, അത് തന്നെയാണ് കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.